രാജ്യത്തെ വിറപ്പിച്ച ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലുള്ള പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ദൗത്യത്തിലാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് ചേർന്നു. ബാലഗോപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ബാലഗോപാൽ, ഏറ്റവും നിർണായകമായ യോഗമായിരുന്നു. എന്തൊക്കെ തീരുമാനങ്ങൾ, ഏത് വിധത്തിലാണ് അന്വേഷണ ഗതിയെ വിലയിരുത്തുന്നത്? ദിവിഷ, വളരെ നിർണായകമായ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗമാണ് ഇന്ന് ചേർന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിൽ നടന്ന ഈ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ തന്നെ വിവിധ സുരക്ഷാ ഏജൻസികളുടെ മേധാവികൾ എന്നിവർ പങ്കെടുത്തിരുന്നു. ഏതാണ്ട് ഈ 5:45 ആരംഭിച്ച യോഗം ഇപ്പോഴും തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ യോഗം വളരെ നിർണായകമാണ്. കാരണം ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം നടക്കുന്ന ആദ്യ സുരക്ഷാകാര്യ സമിതിയുടെ യോഗമാണ് എന്നതിനു പുറമെ പ്രധാനമന്ത്രി ഭൂട്ടാൻ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ ഉടനെ തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം പ്രധാനമന്ത്രി ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗ് LHGP ആശുപത്രിയിൽ അദ്ദേഹം ഈ ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ എക്സിൽ കുറിച്ച ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് അതിനിർണായകമായ സുരക്ഷാ സമിതി യോഗം ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യോഗം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഈ യോഗം തുടരുകയാണ്. യോഗത്തിന് ശേഷം ഒരുപക്ഷെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുവാനാണ് സാധ്യത. ശരി, എന്തായാലും വിജയ് സാഖറയുടെ നേതൃത്വത്തിൽ NIA പത്തംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ഭീകരർ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ കരുതി വെച്ചിരുന്ന കാറുകൾ അത് കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി. ചുവന്ന ഫോർഡ് ഇക്കോസ്പോർട്ട് കാറിനായുള്ള തിരച്ചിൽ ഡൽഹി പോലീസ് നടത്തുന്നു. ഉമർ ഗുലാം നബിയുടെ പേരിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബാലഗോപാൽ, എങ്ങനെയാണ് അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്ക്? കൂടുതൽ ആളുകൾ കസ്റ്റഡിയിലുണ്ടോ? ഈ ഫരീദാബാദിൽ നിന്നടക്കം കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വെളിപ്പെട്ട് വരുന്നുണ്ടോ ഈ ഭീകരാക്രമണ ശ്രമം? ദിവിഷ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ദിവിഷ സൂചിപ്പിച്ച ചുവന്ന ഫോർഡ് എക്കോസ്പോർട്ട് വാഹനത്തെ സംബന്ധിച്ചുള്ള വിവരം വന്നിരുന്നത്. കാരണം ആ വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നത് ഡോക്ടർ ഉമർ നബിയുടെ പേരിലായിരുന്നു. അതായത് ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ പങ്കാളി അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ഉമർ നബിയുടെ പേരിലായിരുന്നു ഈ കാർ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ കാർ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കാറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഹരിയാന പോലീസും ഡൽഹി പോലീസും വളരെ വിശദമായ പരിശോധനകളായിരുന്നു നടത്തിയിരുന്നത്. ഡൽഹിയിലേക്കുള്ള എല്ലാ മാർഗങ്ങളും, അതായത് അതിർത്തി പോസ്റ്റുകളിലുമൊക്കെ വളരെ വിശദമായ പരിശോധനകൾ നടത്തുകയും ഏറ്റവും ഒടുവിൽ ഫരീദാബാദിന് സമീപത്തുള്ള ഖണ്ഡേവാല എന്ന ഗ്രാമത്തിൽ ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ വാഹനം നിലവിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ CFL ഉദ്യോഗസ്ഥർ, അതായത് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ഈ കാറിൽ വിശദമായ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കാറിനെ സംബന്ധിച്ച്, അതായത് ഈ പരിശോധനയിൽ വളരെ ശക്തമായ ചില തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ NIA സംഘത്തിനും മറ്റുമുള്ളത്. NIA ഉദ്യോഗസ്ഥരും ഈ ഫരീദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരും ഈ ഖണ്ഡേവാല ഗ്രാമത്തിലെത്തുന്നതായിരിക്കും. ഇത് നിലവിൽ ഈ കാറിൻ്റെ ചുറ്റളവിൽ, അതായത് കാർ കോർഡർ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇപ്പോൾ കടത്തിവിടുന്നില്ല. CFSL ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾക്ക് ശേഷം ഈ കാറ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നാണ്, അതായത് NIAയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. ഈ കാറ് കണ്ടെത്തിയത് അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. കാരണം രണ്ടാമതൊരു കാറ്, ആ കാറിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്ന സംശയം, ആ കാർ സംബന്ധിച്ചുള്ള വിവരം ലഭിക്കാതിരിക്കുന്ന മണിക്കൂറുകളൊക്കെ ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടന്നു വരുന്നത്. ഏതായാലും അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത്. ഈ കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഫരീദാബാദിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാർ കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുക. ദിവിഷ്, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അൽഫല സർവകലാശാലയെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണമാണ് നടക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 2023 ജമ്മു കാശ്മീർ സർക്കാർ പുറത്താക്കിയ ഡോക്ടർ നിസാർ ഉൽ ഹസൻ അൽഫലയിൽ പ്രവർത്തിച്ചിരുന്നു. ചെങ്കോട്ട ആക്രമണത്തിന് ശേഷം ഇയാളെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഈ മണ്ണിൽ പിറന്നവർ തന്നെ ഈ നാടിനെ നശിപ്പിക്കാൻ എത്ര ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു
പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഈ നാട്ടിലെ പൗരന്മാരായി ജീവിച്ച ആ മറവിൽ മരണം വിതയ്ക്കാൻ ഇറങ്ങി തിരിച്ചവരെ ഓരോ നിമിഷവും തടയുക എന്നത് വലിയ ദൗത്യം തന്നെയാണ്. ഭീകരവാദികൾക്ക് ഒരു വട്ടം വിജയിച്ചാൽ മതി, പക്ഷേ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് എല്ലായ്പ്പോഴും വിജയിച്ചുകൊണ്ടേ ഇരിക്കണം.